ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 6 ആണ്. ഇനിയാണ് മക്കളെ ഫൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഫൈനലി 18 ദിവസം കഴിഞ്ഞ് ഗോകുവും വെജിറ്റയും സീരിയൽ പ്ലാനറ്റിലേക്ക് എത്തുന്നു. എത്തിയ ഉടൻ തന്നെ ഇത്രയും ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്താണോ ഈ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റർ ഉള്ളത് എന്ന് രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു പോകും. അപ്പോഴാണ് ആ എലക്കിന്റെ കൂടെയുള്ള പെണ്ണ് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടയാൾ ആ മലമുകളിൽ താഴെയാണ് ഉള്ളത്. അതായത് ഗ്രനോളയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗോകു പറയും, അവന്റെ ഒരു എനർജി പോലും ഇവിടെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ആ പെണ്ണ് പറയും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയാൽ മതി, മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഗുഡ് ലക്ക് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ഗോകുവും വെജിറ്റയും ആ ഒരു മലയുടെ ഭാഗത്തേക്ക് പറന്നു പോകുന്നു. ഇതേ സമയം നമ്മുടെ എലക്കും ഗ്യാസും സീരിയൽ പ്ലാനറ്റിലേക്ക് വരുന്നുണ്ടാകും. അങ്ങനെ ഗോകുവും വെജിറ്റയും ഏകദേശം അവിടെ എത്താനാവുമ്പോഴേക്കും അതാ പെട്ടെന്ന് ഗോകുവിനെ ടാർഗറ്റ് ചെയ്ത് ഒരു എനർജി ബ്ലാസ്റ്റ് വരുന്നത്. ഗോകു അതിൽ നിന്ന് എങ്ങനെയൊക്കെ മാറി രക്ഷപ്പെടും. ഇതെവിടുന്നാ വന്നേ നോക്കുമ്പോഴേക്കും അതാ പിന്നെയും ഒരുപാട് എനർജി ബ്ലാസ്റ്റ് ഇവരുടെ രണ്ടുപേരുടെ മേക്കും വരുന്നുണ്ടാകും. അങ്ങനെ ഈ സമയം വെജിറ്റ സൂപ്പർ സെയിൻ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകും. അതുപോലെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ ബേസ് ഫോമിലേക്കും പോകും. അൾട്രാ ഇൻസ്റ്റിക്റ്റ് കാണാൻ മാത്രം ഒന്നുമില്ല, ബട്ട് അത് അൾട്രാ ഇൻസ്റ്റിക്റ്റ് ആണ്. അങ്ങനെ ഈ എനർജി ബ്ലാസ്റ്റ് വരുന്ന ഡയറക്ഷനിലേക്ക് രണ്ടുപേരും പോകുന്നു. അങ്ങനെ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും അവിടെ ആരും തന്നെ കാണാനുമില്ല. അങ്ങനെ രണ്ടുപേരും ലാൻഡ് ചെയ്ത് ഇവൻ ഇത്ര വേഗം എവിടെ പോയി എന്ന് പറയുമ്പോഴേക്കായിരിക്കും പിന്നെയും പുറകിൽ നിന്നതാ എനർജി ബ്ലാസ്റ്റ് വീണ്ടും വരുന്നു. ഇത് കണ്ട് വെജിറ്റ ഇവൻ നമ്മളെക്കാളും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ എന്ന് പറയുമ്പോഴേക്കും അതാ ഗോകുവിന് പുറത്ത് തന്നെ ഒരു അറ്റാക്ക് കൊള്ളുന്നു. ഇവിടെ എന്താ ഉണ്ടായത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ ഗോകു താഴേക്ക് വീഴുന്നു. അങ്ങനെ വെജിറ്റയുടെ കയ്യിലുണ്ടായ സെൻസർ ബീൻ എടുത്ത് ഗോകുവിന് കൊടുക്കും. വെജിറ്റ പറയും, നീ ഇപ്പോൾ സൂപ്പർ സെയിൻ ട്രാൻസ്ഫോർമേഷനിൽ പോയാൽ മതി, ഇപ്പോൾ നീ അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്താൽ അത് എഫിഷ്യൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വെജിറ്റ ഗോകുവിനോട് പറയും. അങ്ങനെ ഗോകുവും സൂപ്പർ സെയിൻ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്നു. ഗോകു പെട്ടെന്ന് ഒരു ഭാഗത്ത് സെൻസ് ചെയ്യുകയും ആ ഒരു ഭാഗത്തേക്ക് ഫ്ലാഷ് വിടുകയും ചെയ്യുന്നു. ഓക്കെ, ഈ സമയം നമ്മുടെ ആശാൻ അവിടെ നിൽക്കുന്നുണ്ടാവും. ആ ഒരു ഫ്ലാഷ് ആശാന് കൊണ്ട് എന്ന് വിചാരിക്കുമ്പോഴേക്കും അതാ ഇവരുടെ പിന്നിൽ അവൻ എത്തിയിട്ടുണ്ടാവും. ഇത് കണ്ട് ഗോകു വെജിറ്റും എന്താടാ ഇത്, ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ആണോ എന്ന് വെജിറ്റ പറയുമ്പോഴേക്കും ഗോകു പറയും, അല്ല, ഇത് അതിലും ഫാസ്റ്റ് ആയിട്ടുള്ള ഒന്നാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഗ്രനോള ഇതെന്താണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാകാതെ, എന്താടാ ഇൻസ്റ്റന്റ് ഒക്കെ പറയുന്നത്, എന്റെ പവേഴ്സിൽ ഒരു ചെറിയ ഒന്ന് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഈ പ്ലാനറ്റിലെയും യൂണിവേഴ്സിലും തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഗ്രനോള പറയുന്നു. അപ്പോൾ തന്നെ വെജിറ്റ പറയും, നീയാണല്ലേ അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ? അതെ, ഞാൻ തന്നെയാണ് ഗ്രനോള, ഞാനാണ് ഈ സീരിയൽ പ്ലാനറ്റിലെ ലാസ്റ്റ് സർവൈവർ എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ ഗോകുവും വെജിറ്റയും പറയും, സീരിയൽ പ്ലാനറ്റോ, ഞാൻ ഇതുവരെ ഇത് കേട്ടിട്ടും കൂടിയില്ല. ഗ്രനോള പറയും, നിങ്ങൾ ഒരു പക്ഷെ മറന്നുപോയി കാണും, പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ, എന്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കിയത് നിങ്ങളല്ലേ. ഗോകുവും വെജിറ്റയും ഇത് കേട്ട് ഇവൻ എന്തോന്നൊക്കെയാടെ പറയുന്നത് എന്ന രീതിയിൽ നോക്കുന്നു. അപ്പോൾ തന്നെ ഗ്രനോള അണ്ടർഗ്രൗണ്ടിൽ നിന്നും ഒരു വലിയ ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാക്കും. അങ്ങനെ ആ എലക്കിന്റെ കൂടെയുള്ള ആ ഒരുത്തൻ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കണ്ട് ഗ്രനോള ഭയങ്കര സംഭവമാണൊക്കെ അവരുടെ ടീംമേറ്റ്സിനെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഗോകു പറയും, ആ ഒരു അറ്റാക്ക് കണ്ടോ, എത്ര പവർഫുൾ ആയിട്ടാണ് ഉള്ളത്. വെജിറ്റ പറയും, ഇത് കണ്ടിട്ട് ബിയർസ് പറഞ്ഞു തന്ന ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് പോലെ ഉണ്ടല്ലോ എന്ന് വെജിറ്റ പറയുന്നു. ഗോകു പറയും, അവന് നമ്മുടെ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊന്നും വരാൻ വഴിയില്ല എന്ന് ഗോകു പറയുന്നു. അതിനുശേഷം ടീം വർക്കായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്താലോ എന്ന് വെജിറ്റയോട് ചോദിക്കും. ഇല്ല, ടീം വർക്കിനൊന്നും ഞാനില്ല, എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും സർഫസ് ചെയ്യണം, ഇവൻ എങ്ങനെയാണ് ഇത്രത്തോളം പവർഫുൾ ആയതെന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കണം, അതുകൊണ്ട് ഫസ്റ്റ് നീ തന്നെ ഫൈറ്റ് ചെയ്യുമെന്ന് നമ്മുടെ ഗോകുവിനോട് വെജിറ്റ പറയുന്നു. ഇത് കേട്ട് ഗോകു തന്നെ ഒരു നിമിഷം ഷോക്കായി പോകുന്നുണ്ട്. കാരണം ഡ്രാഗൺ ബോൾസ് കണ്ട നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫസ്റ്റ് പോയി അറ്റാക്ക് ചെയ്യും എന്ന് പറയുന്ന ഒരാളാണ് വെജിറ്റ. ഇതെന്ത് പറ്റിയെന്ന് ഗോകു തന്നെ ഒരു നിമിഷം ഷോക്കായി പോകുന്നു. ഗോകു, നീ ഇത് സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? വെജിറ്റ, അതെ, ഇപ്പോൾ എന്തോ സിറ്റുവേഷൻ അത്ര നല്ലതായി തോന്നുന്നില്ല, നീ ആദ്യം അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന വെജിറ്റ പറയുമ്പോൾ ഗ്രനോള പറയും, എന്താണ് അവിടെ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നത്, വാ ഫൈറ്റ് ചെയ്. ഗോകു, ഞാൻ വരുന്നട എന്ന് പറഞ്ഞ് രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്നു. ഇതേ സമയം വെജിറ്റ മറ്റൊരു സ്ഥലത്ത് മാറി നിന്ന് ഇവരുടെ ഫൈറ്റ് ഒക്കെ നോക്കുന്നു. ഗ്രനോള കാണാൻ തന്നെ വ്യത്യാസമായിട്ടുണ്ട്, അവന്റെ കണ്ണ് തന്നെ വ്യത്യാസമായിട്ടുണ്ട് എന്നൊക്കെ വെജിറ്റ ചിന്തിക്കുന്നു. ഈ സമയം ഗ്രനോള ഗോകുവിനോട് ചോദിക്കും, നിങ്ങൾക്ക് ആ ഒരു മോൺസ്റ്റർ പോലെയുള്ള ശക്തികളൊക്കെ ഇല്ലേ? ഗോകു, നിനക്ക് നമ്മളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ. അതായത് ഗ്രനോള ചോദിച്ചത് ഗ്രേറ്റ് ടൈപ്പ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. അപ്പോൾ തന്നെ ഗോകു
പറയും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ ആകാൻ കഴിയില്ല, എന്നാൽ എനിക്ക് ഇത് കഴിയുമെന്ന് പറഞ്ഞ് സൂപ്പർ സൈൻ ഗോഡ് ട്രാൻസ്ഫോർമേഷനിലേക്ക് ഗോകു പോകുന്നു. അപ്പോൾ തന്നെ ഗ്രനോള ഇതെന്താടാ തലയിൽ ചുവന്ന കളർ വന്നതാണോ ട്രാൻസ്ഫോർമേഷൻ? ഗോകു പറയും ഇതും ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്, സൂപ്പർ സൈൻ ഗോഡ് എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഗോകു വേഴ്സസ് ഗ്രനോള എന്നുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗ്രനോളയുടെ പോസ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ഉള്ളത്. ഫിംഗർ ഗണ്ണ് പോലുള്ള ഒരു പോസ് ഒക്കെ വെച്ചാണ് നമ്മുടെ ഗ്രനോള ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഗ്രനോള നല്ല അടിപൊളിയായി മാസമൊക്കെ കാണിക്കുമ്പോൾ ഗോകു പതിയെ സൂപ്പർ സൈൻ ഗോഡ് ഫോമിൽ തന്നെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യുന്നു. ഈ സമയം ഗ്രനോളയ്ക്ക് ഒരു അടി പോലും ഗോകുവിന് കൊടുക്കാനാകില്ല. വെജീറ്റ തന്നെ ഇത് കണ്ട് ഷോക്കായി പോകുന്നു. എന്താണ് ഇത്, ഗോഡ് ഫോമിൽ തന്നെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യുന്നു, കൊള്ളാമല്ലോ. അങ്ങനെ ഫൈറ്റിനിടയിൽ ഗ്രനോള ജസ്റ്റ് ഗോകുവിന്റെ വയറിന്റെ ഭാഗത്തായി ഒരു അറ്റാക്ക് ചെയ്യും. പെട്ടെന്ന് ഗോകു ബേസ് ഫോമിലേക്ക് പോയി താഴേക്ക് വീഴുന്നു. വെജീറ്റ ഇത്ര വേഗം ഗോകു വീണ് പോയോ, എത്ര പെട്ടെന്നാണ് ഗോകുവിന്റെ ആ ഒരു വീക്ക് പോയിന്റ് ഗ്രനോള കണ്ടുപിടിച്ചതെന്നൊക്കെ വെജീറ്റ പറയുന്നു. ഇതൊക്കെ കണ്ട് വെജീറ്റയ്ക്ക് ഞാൻ ഇവനെ എവിടെയോ കണ്ട പോലെ ഉള്ളതായി നമ്മുടെ വെജീറ്റ ഓരോന്നായിട്ട് ആലോചിച്ചെടുക്കുന്നു. ഈ സമയമാണ് നമ്മൾ ഗ്രനോള പറയുന്നത് എന്റെ കണ്ണാണ് ഈ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ടുള്ളത്, അത് മാത്രമല്ലാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും കഴിയുമൊക്കെ പറയുന്നു. നറൂട്ടോ സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും ബ്യാക്കുഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ണുണ്ട്, ഏകദേശം അതുപോലെയൊക്കെ ഇതും എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ഗ്രനോള പറയും നിന്റെ ഉള്ളിൽ ഇനിയും ഒരുപാട് പവേഴ്സ് ഉണ്ട് എന്ന് എനിക്കറിയാം, അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പറയുന്നു. ഗോകു പറയും അതെ, എന്റെ അടുക്ക ഒരു പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഗ്രനോള എന്നാൽ അത് വേഗം പുറത്തെടുക്ക്, നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് അധികം സമയമില്ല, നിന്റെ കഥ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫ്രീസയെ കൊല്ലേണ്ടതാണ്. ഗോകു പറയും എന്ത് ഫ്രീസയോ, നീ എന്താ ഫ്രീസയെ പറ്റിയൊക്കെ പറയുന്നേ, ശരിക്കും നിനക്ക് എന്താണ് വേണ്ടതെന്ന് ഗ്രനോളയോട് ഗോകു ചോദിക്കുന്നു. എന്റെ വംശത്തെ ഇല്ലാതാക്കിയതിന്റെ മൂല കാരണം തന്നെ നമ്മുടെ ഫ്രീസയാണ്, നിങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ എന്റെ പകുതി ആയുസ് കുറച്ചതെന്നും നമ്മുടെ ഗ്രനോള പറയുന്നു. അപ്പോൾ തന്നെ ഗോകുവിന് ഏകദേശം കുറച്ചൊക്കെ പിടികിട്ടി. അപ്പോൾ നീ നല്ലവനാണല്ലേ, ഞാൻ വിചാരിച്ചു നീ ഒരു മോശമായിട്ടുള്ള ഒരാളാണെന്ന്. ഇതൊന്നും അധികം കേൾക്കാതെ ഗ്രനോള നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞ് സ്ക്രീം ചെയ്യും. ഇതേ സമയം നമ്മുടെ ഗോകുവും വെറുതെ നിൽക്കില്ല, ഗോകു സൂപ്പർ സൈൻ ബ്ലൂ ട്രാൻസ്ഫോർമേഷനിലേക്കും മാറുന്നു. ഗ്രനോള ഇത് കണ്ട് ചുവപ്പ് പോയി പിന്നെയും ബ്ലൂ ആയോ, നീ ഏത് കളറിൽ വന്നാലും നിന്റെ കഥ ഞാൻ ഇവിടെ തീർക്കും എന്ന രീതിയിലാണ് നമ്മൾ ഗ്രനോള സംസാരിക്കുന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടാണ് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റ് നടക്കുന്നതിനിടയിലായിരിക്കും വെജീറ്റ ഞാൻ ഇവനെ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ലാൻഡിൽ ജസ്റ്റ് ഒന്ന് തൊട്ടു നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത് ഗ്രേറ്റ് ടേപ്സിന്റെ കാലോ കയ്യോ എന്തോ ആണ്. അപ്പോൾ ഇത്ര മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് സംഭവിക്കാനുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് എനിക്ക് കുറച്ച് പറയാനുള്ളത്. നിങ്ങൾ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് പാർട്ട് എന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇനിയുള്ള വീഡിയോസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. അപ്പോൾ ഇനി അടുത്ത പാർട്ടുമായിട്ട് പിന്നെ വരാം.